വാക്കായിട്ടുണ്ട്. രാജ്കുമാർ ഹിരാനി ഷാറുഖ് ഖാൻ കോമ്പോ ബോത്തായിരുന്നു. ബോത്ത് വാച്ച്. കോമഡി ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, നല്ല പടമാണ്. കൊള്ളൂലായിരുന്നു, അത്ര ഇഷ്ടപ്പെട്ടില്ല. നല്ല പടം, നല്ല പടം. എടുത്തു പറയാൻ കോമഡി, സെന്റിമെന്റ്സ്, റൊമാൻസ് എല്ലാം ഉണ്ട്. നല്ല രസമാണ്. ഫസ്റ്റ് ഹാഫൊക്കെ 1.5 മണിക്കൂർ നമ്മൾ പോണ അറിയില്ല, ചിരിച്ച് നല്ല നല്ല പടം, നല്ല പടം. ഷാറുഖ് ഖാൻ്റെ അഭിനയവും ഇതിന് മുന്നേ ഇറങ്ങിയ 2 പടം വെച്ച് നോക്കുകയാണെങ്കിൽ ഷാറുഖ് ഖാൻ്റെ ഈ വർഷം ഇറങ്ങിയ ടോപ്പ് പടം. ഷാറുഖ് ഖാൻ്റെയും തപ്സി പന്നുവിൻ്റെ എല്ലാവരുടെയും ആക്ടിങ് നല്ലതാണ്. അതുപോലെ തന്നെ രാജ്കുമാർ ഹിരാനിയുടെ ഡയറക്ഷൻ ടോപ്പ് ഡയറക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ ഫിലിംസ് എല്ലാ ഫിലിംസും പോലെ തന്നെ ഇതും നല്ല ഫാമിലിയെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന, ഫാമിലി ഓഡിയൻസിന് ഒരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്ന ഒരു നല്ല കംപ്ലീറ്റ് പാക്കേജാണ്. ഇവർ ടീസറിലും ട്രെയിലറിലൊക്കെ അതിൻ്റെ പകുതി പോലും കാണിച്ചിട്ടില്ല. പടം അതിനേക്കാൾ മുകളിലുണ്ട്. കിടിലം എന്നുവെച്ചാൽ ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ ഫുള്ള് കോമഡി കാര്യം. സെക്കൻഡ് ഹാഫിലാണ് മറ്റേ ഈ ഡങ്കി ക്രോസ് ചെയ്യണ ആ രീതിയിലോട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. കിടിലം എന്ന് വെച്ചാൽ കണ്ടോ ലാസ്റ്റ് കുറേ ഇമോഷണൽ ടച്ചും കാര്യങ്ങളിലോട്ട് മാറ്റും. രാജ്കുമാർ ഹിറാനിയുടെ അതുപോലെ തന്നെ ഷാറുഖ് ഖാൻ്റെ ഒരു നല്ലൊരു കോമ്പിനേഷൻ. കാരണം ആദ്യത്തെ കോമ്പിനേഷൻ ആണല്ലോ, ആദ്യത്തെ മൂവിയാണല്ലോ. അത് നല്ല ആക്ടിങ്. ഷാറുഖ് ഖാൻ്റെ ആക്ടർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തേക്കാണ്. അതായത് നമ്മളിപ്പോൾ ഒരു മാസമൊക്കെ കാണുമ്പോൾ ഒരുപാട് അടിപിടിയ ഫാൻസ് ഭയങ്കരമായിട്ട് അതുപോലെ ഇതൊരു വളരെ ഫാമിലി ഓറിയൻറ്റഡ് നല്ല സ്ട്രോങ് സ്ക്രിപ്റ്റ്, സ്റ്റോറി ലൈൻ ഉള്ള ഒരു മൂവി. ഭയങ്കര സെൻറ്റിമെൻ്റലാണ്. ഈ ഒരു മൂവി കണ്ടിറങ്ങാൻ നേരത്ത് കരയാതെ ആരും ഇറങ്ങില്ല. ഷാറുഖ് ഖാൻ എല്ലാവരും അടിപൊളി. രാജ്കുമാർ ഹിരാനിയുടെ എനിക്ക് തോന്നുന്നു ആ 3 Idiots പോലെ ആ റേഞ്ച് വരും. നല്ല കോമഡിയും ആക്ഷനും എല്ലാം കൊള്ളാം, എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ ആ ഒരു ട്രെയിലറിനെ എലാബറേറ്റ് ചെയ്ത് മൂവി ആക്കിയിട്ട് തോന്നുന്നു. ഒരു ഷാറുഖ് ഖാൻ ഓൾറെഡി തിരിച്ചു വന്നിട്ടുണ്ടല്ലോ 2 വർഷം. അപ്പം അതൊക്കെ വെച്ച് ഹിറ്റാവുമായിരിക്കും. ഇനി ഡിപ്പെൻസ് അപ്പോൺ സലാറായിരിക്കും നാളത്തെ, അത് വെച്ചായിരിക്കും ബോക്സ് ഓഫീസൊക്കെ റെക്കോർഡ്. പക്ഷേ ഹാംലെസ്, ഒരു ഫാമിലിക്ക് പറ്റിയ ഹാംലെസ് വാച്ച്. പടം കിടുവാണ്. സർക്കിയും തപ്സിയും എല്ലാവരുടെയും പെർഫോമൻസ് എല്ലാം അടിപൊളിയാണ്. പിന്നെ രാജ്കുമാർ ഹിരാനിയുടെ പുള്ളിക്കാരൻ്റെതായ ഒരു ജോണ്ടുണ്ടല്ലോ, അത് പക്കയായിട്ട് പടത്തിനകത്ത് ഫുള്ളുണ്ട്. പറയാനായിട്ട് എല്ലാവരുടെയും പെർഫോമൻസ്, പ്രത്യേകിച്ച് വിക്കി കൗശൽ. പിന്നെ വിക്കി കൗശൽ കുറച്ച് നേരം ഉള്ളെങ്കിലും പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ ഷാറുഖ് ഖാൻ, തപ്സി എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ സ്റ്റോറി നല്ലതായിരുന്നു. ഇതിൽ കോമഡി മൂവിയായിരുന്നു, ഫാമിലിക്ക് വേണ്ടിയുള്ള ഒരു സിനിമയായിരുന്നു. ലൈക്ക് അങ്ങനെ മാസ് മസാലയൊന്നുമില്ല, പ്യുവർ എൻ്റർടൈൻമെൻറ്റും പിന്നെ ഇച്ചിരി ഇമോഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ. നല്ല സിനിമയായിരുന്നു.